ഓ പൊളിച്ചടുക്കുമെന്ന് മഞ്ഞൊരുകും പോലെ നെയ്യൊരുകും പോലെ എണ്ണ ഉരുകണത് കണ്ട നിർത്തിപ്പൊരിച്ച കോഴി എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പം കിടത്തി പൊരിക്കേണ്ടത് നോക്കിയാണ്. നമ്മളെ കെട്ടിത്തൂക്കിയ കഴുത്ത് വിട്ട് താഴെ വിഴുന്ന് കിടക്കുകയാണ്. സൂപ്പർ സാധനമാണ്. റെഡി റെഡി. നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൽ ഇന്ന് 4-ാം ദിവസമാണ്. ഈ 4-ാം ദിവസം കണ്ടല്ലോ, ഈ കസേരയെ കണ്ടല്ലോ, ക്യാമ്പ് ഫയർ, അതായത് ക്യാമ്പ് ഫയർ ചെയ്യണ സ്ഥലം. ആ ഫയർ ചെയ്യണ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പം വെളിയിലൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ മണി എന്ന് വെച്ചാൽ ഒരു 11:30-12 മണിയായി കാണും. ഈ സാധനം എന്ന് പറയുന്നത് മുഴുവൻ കോഴി നിർത്തിപ്പൊരിച്ചത്. വേറെ ഒന്നുമില്ല. ഈ കോഴിയെ മൊത്തം മസാല പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിരിക്കുന്നു. ഈ സാധനം ഈ മുട്ട ഇതിൻ്റെ അകത്തോട്ട് കയറ്റുന്നു, നേരെ ഫ്രൈ ചെയ്തെടുക്കുന്നു. മസാല പുരട്ടാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് അറിയാമോ? ചതപ്പ് മുളക്. ഇവിടെ കിട്ടാനില്ല ചതപ്പ് മുളക്. ഇവിടെ ചതപ്പ് മുളകില്ല. നമ്മളെ തിരുവനന്തപുരത്ത് ചതപ്പ് മുളക് കിട്ടും, വാങ്ങിക്കാൻ കവറിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് മാറ്റി ഇവിടെ ചെന്ന് ചതച്ച സാധനം. ചതപ്പ് മുളക്, ഇഞ്ചി, ഉപ്പ് എല്ലാം എൻ്റെ കൈയളവാണ്. ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി ചേർത്ത്, ഈ സാധനം മഞ്ഞപ്പൊടി ചേർത്ത് നല്ലപോലെ കഴുകിയ സാധനമാണ്. അതുകൊണ്ട് നമുക്ക് മഞ്ഞപ്പൊടിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതാ ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, നാരങ്ങ നീര്. പിന്നെ ഇതിൽ ചേർക്കാൻ പോണത് കുറച്ച്, ഇത്രയേ ഉള്ളൂ. ഇത്ര മല്ലിപ്പൊടി വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയി പോകും. മല്ലിപ്പൊടി. ഈ 3 മുട്ടയും ഈ 3 മുട്ടയും നമ്മൾ ഇതിനെ ജസ്റ്റ് ആദ്യം എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഈ മുട്ട നമ്മൾ ഇതിലൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കും. എന്നിട്ട് ഈ സാധനം ഞാൻ നല്ലപോലെ മസാല പുരട്ടുകയാണ്. അതിന് കുറച്ച് എന്തായാലും കുറച്ച് എണ്ണ കൂടെ ചേർത്തേക്ക്, അപ്പോഴേ പിടിക്കുള്ളൂ. നമുക്കിനി അരമണിക്കൂർ സമയമുണ്ട്, മതി. ഇനിയാണ് മസാല തേച്ച് പിടിപ്പിക്കൽ യജ്ഞം. ഇത് വലിയൊരു യജ്ഞമാണ്. നിങ്ങൾ വിചാരിക്കും പോലെ പെട്ടെന്നുള്ള സംഭവമല്ല ഇത്. മസാല തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ ഈ ഫ്രൈക്ക് ഒരു ടേസ്റ്റ് വേണൂ. ഈ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നുള്ള കാര്യം ഞാനിപ്പം ഞാൻ പോലും നാക്കിൽ വെച്ച് നോക്കിയില്ല. നോക്കാം, നമുക്ക് ഇവർ കൊടുക്കാം. ഓക്കെ, തേച്ച് പിടിപ്പിച്ച ശേഷം ബാക്കി കാര്യം. ഏകദേശം നമ്മൾ മുഴുവൻ കോഴിയിൽ മസാല പുരട്ടി. അപ്പം ഞാൻ എന്തായിരുന്നാലും ഈ മസാല എല്ലാം കൈയളവാണല്ലോ. എനിക്കൊരു അളവ്, എൻ്റെ അളവിനാണ് ഞാൻ ഇടുന്നത്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ലേശം കുറവുണ്ട്. അത് ഞാൻ എൻ്റെ സുഹൃത്തിനോടൊന്നും ചോദിക്കാം. തൽക്കാലത്ത് ഈ ഇതിലങ്ങനെ ഇരിക്കട്ടെ. ഇത് തേച്ച് പിടിപ്പിക്കും. ഇനി നമുക്കിത് വേറൊരു സാധനം തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇതാ നമ്മൾ ഈ മസാലയിൽ തന്നെ എടുത്തിട്ട് ഇതെന്താ, ഇത് മുട്ട. ഈ മുട്ടയും ഈ മസാലയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ അവിച്ച മുട്ട നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം എണ്ണ ചൂടായിട്ട് ഇടുന്ന ഈ അവിച്ച മുട്ടയാണ്. ഇത് വേറൊരു ഒരു വൈബാണ് ഈ സാധനം. ഈ സാധനം ഈ മുട്ടയോടെ കഴിക്കാൻ ഇത് വല്ലാത്തൊരു വൈബാണ്. പിന്നെ മസാല ഏകദേശമായി. ഇനി ഈ മസാല ഇവിടെ ഇരിക്കട്ടെ. ഈ സാധനം എന്ന് പറയുന്നത് നാടൻ കോഴി നമ്മൾ എടുത്ത സമയത്ത് ഒരു 4.5 കിലോ 5 കിലോ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പൊളിച്ച സമയത്ത് ഈ നാടൻ കോഴി പോലെയല്ല, ഒരു ബ്രോയിലർ ചിക്കൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് എന്തൊരു നാടൻ കോഴിയാണെന്ന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നാടൻ കോഴി നല്ല പൂവ് ഇങ്ങനെ ചക്കപ്പഴ നിൽക്കും. ഈ സാധനം നമ്മൾ നാടൻ കോഴി കഴിച്ചിട്ട് പറയാം എന്നിങ്ങനെ ഇരിക്കുന്നത് ആ കടക്കാരൻ്റെ അടുത്ത്. ഇത് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ശേഷം ഇത് പൊരിച്ചിട്ട് ഞങ്ങളെ കഴിച്ചിട്ട് നിങ്ങളെ മുമ്പിൽ പറയണമായിരിക്കും. ഓക്കെ 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 ഓക്കെ. ചട്ടി വെച്ചു. നമ്മളെ മുഴുവൻ കോഴി മസാല പിടിച്ച് കഴിഞ്ഞു. ഇതാ നോക്കിയാ, ഓ പൊളിച്ചടുക്കുമെന്ന്. യവന്മാരൊക്കെ വലിച്ചു കീറി എന്തിനൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സാധനത്തിന് ഇപ്പം എന്താ കമ്പി കെട്ടി കഴിഞ്ഞു, ചട്ടി ചൂടായി കഴിഞ്ഞു. ഇതാ കണ്ടല്ല കെട്ടണായി. നിർത്തിപ്പൊരിക്കണ്ടേ നമുക്ക്? മുഴുവൻ കോഴി നമുക്ക് നിർത്തിപ്പൊരിക്കാൻ കെട്ടണം. നമ്മളെ തേക്കടി റിസോർട്ടിൽ ഇവിടുത്തെ തണുപ്പ് കണ്ടല്ലോ. ഇനി ഈ തണുപ്പിലുള്ള എണ്ണ ഞാൻ പിഴിഞ്ഞോളിച്ചോണ്ടിരിക്കണം. കണ്ടാ ചട്ടി ചൂടാണ്. ഇവന്റെ പുറത്ത് ഈ ഒരു സെറ്റപ്പിലൊന്നും ഒരുത്തരം ചെയ്ത് ഈ വീഡിയോ ഇട്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്യേണ്ട സാധനം. മഞ്ഞ് ഉരുകും പോലെ നെയ്യ് ഉരുകും പോലെ, മഞ്ഞുരുകും പോലെ നെയ്യ് ഉരുകും പോലെ എണ്ണ ഉരുകണത് കണ്ടാ. ഇതാണ് സാധനം. ഇങ്ങനെ നിർത്തിപ്പൊരിക്കും. നിർത്തിപ്പൊരിച്ച കോഴി എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പം കിടത്തി പൊരിക്കേണ്ടി വന്നു. നോക്കിയാണ്, നമ്മളെ കെട്ടിത്തൂക്കിയ കഴുത്ത് വിട്ട് താഴെ വിഴുന്ന് കിടക്കുകയാണ്. ഇനി അടുത്ത പരിപാടി. ഇത് വെന്ത് ഏകദേശം വെന്തതാ കാണിച്ചു തരാം. ഞാൻ ഇതെങ്ങനെയൊക്കെ എടുത്ത് കഴിക്കുന്നതാ വെന്ത് സംഭവം കഴിഞ്ഞു. ഇതിന്റെ മെയിൻ ഹൈലൈറ്റായ മുട്ട വാരിത്തള്ളയാണ്. ഇനി അടുത്ത ഇവിടെ ഇരുന്ന മസാലയുടെ ബാക്കിയും പിന്നെ അതേപോലെ
ഇതാ ഇത് നമ്മൾ കരിയേപ്പിലയും കൂടെ ചേർത്ത് മസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇതാ പൊടിയായിട്ട് ഇടുകയാണ് സൈഡിൽ. ഇതും കൂടെ ആവുമ്പോൾ അപ്പോൾ കോര ഇത് സെറ്റായി കഴിഞ്ഞാൽ കോരി കഴിഞ്ഞാൽ ഇത് ചപ്പാത്തിയായിട്ട് നമ്മൾ പിടിക്കും. നിർത്തിപ്പറിച്ച കോഴി ഇപ്പൊ കിടത്തിപ്പറിച്ച കോഴിയായി. കമ്പിയിലാണ് കെട്ടി തൂക്കിയത്. കഴുത്തോടെ ഇരുന്ന് സാധനം വീഴുന്നു. പിന്നെ ഞാൻ എന്തിനെല്ലാം തൂക്കും. അപ്പം നമുക്ക് ഈ സാധനം വേണ്ട. അത് ഈ കമ്പി ഉഗ്രമായ കമ്പി എവിടെ നിന്ന് എടുത്തോണ്ടൊന്നാം തരും. ഇതാ കമ്പി എടുത്ത് കളഞ്ഞു. ഇനി യവനെ ഒന്ന് തിരിച്ചിടണം. ഒന്നിട്ട് പിടിക്കുമെന്തോ. നമ്മളെ മുട്ടയും എല്ലാം കൂടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് ആയുമ്പോൾ കോരിയെടുക്കാം. നിർത്തിപ്പൊരിച്ച കോഴിയായിരുന്നു, പക്ഷെ ഇപ്പം കിടത്തിപ്പൊരിച്ചു. സൂപ്പർ സാധനമാണ്. റെഡി റെഡി. ഇതുമായിട്ട് നമ്മൾ ചപ്പാത്തി ആയിട്ട് അടുത്ത് പിടിക്കാൻ പോവുകയാണ്. ചിക്കൻ കോരണെങ്കിൽ ഒരു കൈയും കൂടെ വേണം. അപ്പോ ചിക്കൻ നമ്മളിട്ട മുട്ട പൊടികള് ഇത് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കും. വെക്കുമ്പോഴാണ് സെറ്റ് ആവാൻ പോണത്. അപ്പം നമ്മള് നിർത്തിപ്പൊരിച്ചത് ആയിരുന്നു, കിടത്തിപ്പൊരിച്ചത് ചപ്പാത്തി. സൂപ്പർ കോമ്പിനേഷനാണ്. ഈ റിസോർട്ടിൽ 4 ദിവസം ഞാൻ ചെയ്തതിൽ നല്ല സൂപ്പർ വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാം, അല്ലാതെ നിവൃത്തിയില്ല. ചൂടും സൂപ്പർ. എന്നാ സോഫ്റ്റ്. ചൂട് കണ്ട. ഒരു പ്രാവശ്യം കഴിച്ചിട്ട് പിന്നെയും കഴിക്കാൻ തോന്നുന്നു. ഞാൻ കഴിച്ചപ്പോഴേ എൻ്റെ ക്യാമറമാൻ കണ്ടുകൊണ്ടിരിക്കണം ഇതെല്ലാം. അവനൊന്ന് ജസ്റ്റ് ഒന്ന് വായിൽ വെച്ചു കൊടുക്കുക, അല്ല വേറെ നിവൃത്തിയില്ല. എങ്ങനെയുണ്ട് മച്ചാനെ? സൂപ്പറാ. ഓക്കെ, അടിപൊളി. അയ്യോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.